ഒളിവ് ജീവിതകാലത്തെ പോലീസ് നായാട്ടിൻ്റെ ഒരുപാട് സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഒരിക്കലും മായാതെ മനസ്സിൽ നിൽക്കുന്ന ആ അനുഭവം, അതൊക്കെയാണ് രാഷ്ട്രീയത്തിൽ എനിക്ക് ആത്മബലമായി ഇക്കാലത്ത് എന്നോടൊപ്പം നിന്നത്. രോഗിയായി ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്നു പൊട്ടി അഴുകിയ നിലയിലായിരുന്നു അമ്മാവൻ. അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ അമ്മയുടെ ചേച്ചി ഗോകുൽ ഭാസിയുടെ ഭാര്യ അമ്മണിയമ്മയുടെ അമ്മ താമസിക്കുന്ന ഞങ്ങളുടെ ഈ തൊട്ടടുത്ത വീട്ടിലേക്ക് വന്നു കയറിയത്. ഭക്ഷണം കൊടുത്തു. അപ്പോഴേക്ക് പോലീസ് എത്തി. കൈ രണ്ടും പിടിച്ച് ഒരു കയറുകൊണ്ട് കെട്ടി വ്രണത്തിനു മുകളിൽ കൂടി ചേർത്ത് കെട്ടിയിരുന്ന ആ കയർ, കയ്യിലെ കയറിൻ്റെ ആ അറ്റത്തു കൂടി പഴുപ്പും ചോരയും ഇറ്റിറ്റ് വീഴുന്ന ഒരു രംഗം അതെൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുരന്ത അനുഭവമായി ഇന്നും എന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. എൻ്റെ രാഷ്ട്രീയവും എൻ്റെ പത്രപ്രവർത്തനവും വേർതിരിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. അവസാനം വരെയും അത് തന്നെയായിരുന്നു സ്ഥിതി. ഞാൻ ഒരിക്കലും നിഷ്പക്ഷനായ ഒരു പത്രപ്രവർത്തകനായിരുന്നില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. 100 വട്ടം ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ നിഷ്പക്ഷനായ ഒരു പത്രപ്രവർത്തകനായിരുന്നില്ല. ആകാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതല്ലായിരുന്നു എൻ്റെ ലക്ഷ്യം. എനിക്ക് പക്ഷപാതിത്വം ഉണ്ടായിരുന്നു. ആരുടെ പക്ഷത്തായിരുന്നു ഞാൻ? സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവൻ, കൊടിയ ചൂഷണങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയായവൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ, സ്വന്തമായി ശബ്ദമില്ലാത്തവൻ, അവനടങ്ങുന്ന ഭൂരിപക്ഷത്തിൻ്റെ പക്ഷത്തായിരുന്നു ഞാൻ. അവരുടെ വിമോചന പോരാട്ടങ്ങളിൽ ഞാൻ അവരോടൊപ്പമായിരുന്നു. അവരുടെ അവകാശ പോരാട്ടങ്ങളിൽ ഞാൻ അവരോടൊപ്പമായിരുന്നു. അവരുടെ ശബ്ദം എൻ്റെ ശബ്ദമാക്കി മാറ്റാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ജനസഞ്ചയമാണ് എനിക്ക് അംഗീകാരം നൽകിയത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഞാനൊരു പത്രപ്രവർത്തകനാകുമെന്നോ അഥവാ ആകണമെന്നോ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്തിട്ടുള്ളതല്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും 1964 ഡിഗ്രി നേടിയ ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനായി അപേക്ഷ സമർപ്പിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് അന്ന് പാർട്ടി നേതാവായിരുന്ന സഖാവ് അഴീക്കോടൻ അടിയന്തരമായി കൊച്ചിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സന്ദേശം അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ചത്. താൽക്കാലികമായി വളഞ്ഞമ്പലത്ത് 2 മുറികളുള്ള ഒരു സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അപ്പോൾ സഖാവ് അഴീക്കോടൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ അടിയന്തരമായി കോഴിക്കോട് ദേശാഭിമാനിയിലേക്ക് പോകണം. ഞാൻ ചോദിച്ചത്, എന്തിനാണ് സഖാവേ? അതൊരാവശ്യമുണ്ട്. ഞാൻ ചോദിച്ചത് എന്താണ്? AKGയുടെ ഷഷ്ഠിപൂർത്തി ആണ്. അപ്പോൾ അതോടനുബന്ധിച്ച് നമുക്കൊരു സ്മരണിക ഇറക്കണം. നിങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കണം. ഞാൻ ഇന്നുവരെ ഒരു പത്രമാഫീസിൻ്റെ പടി ചവിട്ടുക പോലും ചെയ്തിട്ടില്ല. ഡിസംബർ 20 ഞാൻ ഫോർട്ട് റോഡിലുള്ള ദേശാഭിമാനി ഓഫീസിൽ കാലുകുത്തുന്നത്. ചെല്ലുമ്പോൾ എന്നെ സ്വീകരിച്ചത് സാക്ഷാൽ
സഖാവ് KPR ഗോപാലൻ, PG ആണ്, P ഗോവിന്ദപിള്ളയാണ് അന്ന് ചീഫ് എഡിറ്റർ. ഞാൻ അവിടെ എത്തി 10-ാം ദിവസം ഡിസംബർ 30. ഇന്ത്യ ഒട്ടാകെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകരെയും ചൈനാചാരന്മാരെന്ന് മുദ്രകുത്തി കൂട്ട അറസ്റ്റുണ്ടായി. എൻ്റെ മുറിയിൽ കിടന്നുറങ്ങിയിരുന്ന KPRനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയ വിവരം പോലും ഞാൻ മണിക്കൂറുകൾ കഴിഞ്ഞാണ് അറിയുന്നത്. ഓടി ആഫീസിലെത്തി. ഏതാണ്ട് വെളുപ്പാങ്കാലത്തൊരു 4:30 മണി സമയം. അവിടെയും സഖാവ് PGയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. PGയുടെ മേശപ്പുറത്ത് ഒരു തുണ്ട് കടലാസുകൾ ഇങ്ങനെ കുറിച്ചു വെച്ചിരുന്നു. സഖാവ് മോഹന്, സഖാവ് ഇവിടെ നിന്ന് പോകരുത്. PG ഒരു പേപ്പർ വെയിറ്റ് വെച്ച് ഒരു തുണ്ട് കടലാസ്. അതായിരുന്നു ദേശാഭിമാനിയിൽ എൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ. അതല്ലാതെ രേഖാമൂലം ഒരു ഓർഡറും ഞാൻ പിരിയുന്നത് വരെ ദേശാഭിമാനിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ, അതായത് 31-ാം തീയതി രാവിലെ, ഞങ്ങൾ വല്ലാത്ത ഒരു അന്തരാള ഘട്ടത്തിലായി. എല്ലാവരും കൂടി ഇരുന്നു ആരെഴുതും എഡിറ്റോറിയൽ എന്നായി. എല്ലാവരും പറഞ്ഞു ശരി മോഹൻ എഴുതും. ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗുൽസാർലാൽ നന്ദയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ആ മുഖപ്രസംഗം എഴുതിയത്. അങ്ങനെ പത്രമാഫീസിൽ കയറി 10-ാമത്തെ ദിവസം മുഖപ്രസംഗം എഴുതേണ്ട ഭാഗ്യമോ നിർഭാഗ്യമോ പേറിയ ഒരുത്തനാണ് ഞാൻ. ജയിലിൽ നിന്നും സഖാവ് PGയുടെ ഒരു അഭിനന്ദനക്കുറിപ്പ് എനിക്ക് കിട്ടി. മതി, ഇത് തന്നെ നമ്മുടെ വഴി. അന്ന് വൈകുന്നേരം മാനാഞ്ചിറ മൈതാനത്ത് ചേർന്ന ആ പ്രതിഷേധ യോഗത്തിൽ ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിന്ന് ഒരു പ്രസംഗം പ്രസംഗിച്ചു. മലബാറിൽ എൻ്റെ അരങ്ങേറ്റം അതായി. അന്ന് എനിക്ക് 24-25 വയസ്സ് പ്രായം. ഇന്നാകട്ടെ ഞാൻ 80-ൽ എത്തി നിൽക്കുന്നു. 5-5.5 പതിറ്റാണ്ട് കാലം പിന്നിലേക്കുള്ള എൻ്റെ പിന്നടത്തത്തിൽ എൻ്റെ ഓർമ്മശക്തി എവിടെ വരെ എന്നോടൊപ്പം നിൽക്കുമെന്ന് എനിക്ക് പറയാനാവില്ല. എങ്കിലും അന്ന് ദേശാഭിമാനി ആഫീസ് EK നയനാർ ആ കൊച്ചുമുറിയിലെ നിത്യസാന്നിധ്യമായി. അതുകൊണ്ട് തന്നെ പത്രനടത്തിപ്പിൻ്റെ ഓരോ അംശത്തിലും നയനാരുടെ സാന്നിധ്യവും ഉപദേശവും സഹായവും ഒക്കെ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. ആ സമയത്ത് ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുകയാണ്. മാർച്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പ് കടന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു നിയമസഭയായിരുന്നു. വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം പട്ടാമ്പിയിൽ നിന്ന് സഖാവ് EMS ദേശാഭിമാനിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, മോഹനെ ഞാൻ കൊണ്ടുപോവുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ചെയ്യാവുന്ന ഞാൻ എല്ലാ സഹായവും ചെയ്യുക. നിങ്ങളുള്ളവരെ വെച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നൊന്നും നോക്കിയില്ല, സഖാവിനൊപ്പം കാറിൽ കയറുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്തെത്തുന്നത്. അങ്ങനെ അവിടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ആഫീസും സംസ്ഥാന കമ്മിറ്റി ആഫീസും ദേശാഭിമാനി ആഫീസും ഒന്നിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഒരു ദിവസം പൊടുന്നനെ AKG എന്നോട് ചോദിച്ചു, ഡോ തനിക്ക് എൻ്റെ മോളെ കല്യാണം കഴിക്കാം. സുശീല വല്ലാതെ ക്ഷുഭിതയായി. AKG ഇങ്ങനൊക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കാമോ? ചോദിച്ചാൽ AKGയോട് അയാൾക്ക് പെട്ടെന്ന് എന്ത് മറുപടി പറയാൻ കഴിയും? ഇതെന്താ AKG എന്ന് ചോദിച്ച് സുശീല വല്ലാതെ ഇടഞ്ഞു. AKG ഒട്ടും അക്ഷോഭ്യനായി പറഞ്ഞു, പറ്റുമെങ്കിൽ പറ്റുമെന്നോ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്നോ പറയാൻ ആരുടെ മുഖത്ത് നോക്കിയും തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാൻ കൽപ്പുള്ള ആർജവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അയാൾ. എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അയാളോട് ചോദിച്ചത്. പക്ഷെ അപ്പോൾ ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അന്ന് CK ചക്രവാണി. ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ പാർട്ടി ഓഫീസിൽ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ചക്രൻ എന്നോട് വന്നിട്ട് പറഞ്ഞു,
എടാ AKG നിന്നോട് ഒരു ചോദ്യം ചോദിച്ചില്ല, നീ അപ്പം മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിഷ്ടമാണ്. അങ്ങനെ 1967 സെപ്റ്റംബർ മാസം 6-ാം തീയതി, അത് ഞാൻ തിരഞ്ഞെടുത്തതിനൊരു കാര്യമുണ്ട്. സെപ്റ്റംബർ മാസം 6, 1942 സെപ്റ്റംബർ മാസം 6-ാം തീയതിയാണ് ദേശാഭിമാനി പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പത്രമായി, ദിനപത്രമായി പ്രസിദ്ധീകരണം. EMSന്റെയും ഞങ്ങളുടെയും വീട് തമ്മിൽ ഒരു 100 വാരയുടെ അകലമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അടിയന്തരാവസ്ഥ പിൻവലിച്ച ദിവസം വളരെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഇല്ലല്ലോ. AKG സുഖമില്ലാതെ വീട്ടിൽ കിടക്കുകയാണ്. അപ്പൊ AKGക്ക് ഇതൊക്കെ അറിയണമെന്നുണ്ട്. അപ്പൊ ഞാൻ EMSന്റെ വീട്ടിലേക്ക് ഓടും, തിരിച്ചിങ്ങോട്ട് AKGയുടെ അടുത്ത് വന്ന് വിവരം പറയും. അങ്ങോട്ട് ഓടി EMSുമായിട്ട് സംസാരിക്കും, ഇങ്ങോട്ട് വരും. ഇങ്ങനെ അപ്പോഴൊക്കെ ഇവള് ചോദിക്കും ആരാ മരിച്ചത്. അപ്പോഴാ AKG പറഞ്ഞത് ആരും മരിച്ചില്ലടി, നിന്റെ അപ്പൂപ്പ മരിച്ചാൽ 2 ദിവസം അവധി കിട്ടുമെന്ന് പറഞ്ഞു. അത് വേണ്ടാന്ന് പറഞ്ഞ് പുറത്തുണ്ടായിരുന്ന സഖാക്കളെ ചേർത്ത് അന്നൊരു താൽക്കാലിക സ്റ്റേറ്റ് കമ്മിറ്റി രൂപീകരിച്ചു പാർട്ടിയുടെ. ആ താൽക്കാലിക സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഞാൻ അംഗമായിരുന്നു. അങ്ങനെ സംസ്ഥാനം ഒട്ടാകെ നടന്ന് ജില്ലകൾ പോയി പ്രവർത്തക യോഗങ്ങൾ ചേരുക, പൊതുയോഗങ്ങൾ പ്രസംഗിക്കുക തുടങ്ങിയുള്ളവ ചെയ്യുന്നതോടൊപ്പം ദേശാഭിമാനിയുടെ പ്രവർത്തനവും സമാന്തരമായി കൊണ്ടു നടക്കുകയായിരുന്നു. വൈകുന്നേരങ്ങളിൽ പ്രസംഗമില്ലാത്തൊരു ദിവസം എനിക്കില്ലായിരുന്നല്ലോ. അയോധ്യയിൽ വായനശാലയ്ക്ക് വാർഷികത്തിന് പ്രസംഗിക്കുകയാണ് എടപ്പഴിഞ്ഞിയിൽ, തിരുവനന്തപുരത്ത്. പടു രാക്ഷസ ചക്രവർത്തി എന്നുടൽ മോഹിച്ചതിന് ഞാൻ പിഴച്ചിതോ എന്ന ചോദ്യം പല ഭാര്യമാരും ഇന്നും തങ്ങളുടെ ഭർത്താക്കന്മാരോട് ചോദിക്കുന്നു ഷാബാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആശാന്റെ ചിന്താവിഷ്ടയായ സീതയെ ഉദ്ധരിച്ചുകൊണ്ടൊരു ആയിരുന്നു പ്രസംഗിച്ചത്. എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, പ്രൊഫസർ ഡാനിയൽ എന്ന് പറഞ്ഞിട്ട്. ആശാൻ കവിതകളെക്കുറിച്ച് ഇന്ന് വരെ ഇറങ്ങിയിട്ടുള്ള പഠനങ്ങളിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടത് സാറിൻ്റെ എന്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മുറ്റത്തിങ്ങനെ കാറ്റ് കൊണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പ്രസംഗം ഇങ്ങനെ കേട്ടപ്പോൾ ആരോടോ ചോദിച്ചു ആരാ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഇന്നാരാണെന്ന് പറഞ്ഞു. അപ്പം വരുമ്പോൾ ഇതിലേ ഒന്ന് വരാൻ പറയണം. എടാ നിന്നെ മലയാളം പഠിപ്പിച്ച് വെറുതെ ആയില്ല, എന്തായാലും എനിക്ക് കിട്ടിയ വലിയ ഇന്നോളം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കീർത്തി മുദ്രയായിരുന്നു സാറിൻ്റെ ആ വാക്കുകൾ. അവാർഡുകൾ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് എൻ്റെ വായനക്കാരിൽ നിന്നാണ്. അതിനപ്പുറമുള്ള കിട്ടിയ ഒരു അവാർഡും അതിൽ നിന്ന് മുകളിലായി ഞാൻ കരുതിയിട്ടുണ്ട്. എൻ്റെ വലിയമ്മാവൻ ആർ ശങ്കരനാരായണൻ തമ്പി, കേരള നിയമസഭയുടെ പ്രഥമ സ്പീക്കർ, അദ്ദേഹമാണ് ഞങ്ങളുടെ തറവാട്ടിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്നു. ആ ആശയങ്ങൾ ഏതാണ്ട് വീട്ടിൻ്റെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരവസരത്തിലാണ് 1940 ഏപ്രിൽ 5-ാം തീയതി ഞാൻ ജനിച്ചതെന്നാണ് രേഖകൾ പറയുന്നത്. മഹാകവി കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലന, അതാണ് എൻ്റെ ജന്മസ്ഥലം. എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും തറവാടുകൾ പല്ലനയിലാണ്. എൻ്റെ അമ്മ കുട്ടിയമ്മ. ആ കുട്ടിയമ്മ കലവറ തറവാട്ടിലെ KP കൃഷ്ണപിള്ള വിവാഹം കഴിച്ചു. അതിൽ ഞങ്ങൾ 5 സന്താനങ്ങൾ, 4 ആണും 1 പെണ്ണും. അതിലെ 4ാമത്തെ ആൺ സന്താനമാണ് ഞാൻ. K. മോഹനൻ എന്നറിയപ്പെടുന്ന ഔദ്യോഗിക നാമം മഹാത്മാഗാന്ധിയോടുള്ള ആവേശത്തിൽ എനിക്കിട്ട മോഹനദാസ് എന്ന പേര് പിൽക്കാലത്ത് K. മോഹനായി മാറുകയാണ് ചെയ്തത്. എൻ്റെ എഴുത്തിനെ കൂടുതലും സാധിച്ചിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ കുഞ്ചൻ നമ്പ്യാരാണ്. ഞാൻ തിരുവനന്തപുരത്തായിരുന്നല്ലോ ആസ്ഥാനം. അവിടെ ഇരുന്നാണ് ഈ എഴുത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഒരു പേര് തലസ്ഥാനത്ത് നിന്നെന്നുള്ള മട്ടിൽ അങ്ങനെയാണ് തലസ്ഥാനി എന്ന് അനുഭവിച്ചത്. ഞാൻ ഇതിനകത്ത് പ്രയോഗിച്ചിട്ടുള്ള നാടൻ ചൊല്ലുകളാണ് കൂടുതലും ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. അത് മുഴുവൻ എൻ്റെ അമ്മയുടെ വകയാണ്.
എൻ്റെ അമ്മയാണ് ഈ ഏറ്റവും കൂടുതൽ എന്നെ ആ കാര്യത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്. മല്ലീശ്വരൻ്റെ ഒടിഞ്ഞ വില്ലെന്ന് പറഞ്ഞ് ഞാനൊരു ലേഖനം എഴുതി. ഒരു തലസ്ഥാനിയായിട്ടല്ല, ഏതാണ്ട് ഒരു പൊളിറ്റിക്കൽ ഇതാണ്. കാട് കണ്ടയിടത്തെല്ലാം വഴിപാട് നേർന്ന് മേനി പുഴുത്തൊരു പുത്രനുണ്ടായി എന്ന് പറഞ്ഞതുപോലെ KPCCക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പ്രസിഡന്റായി കിട്ടിയത്. എല്ലാവരും ചോദിച്ചു ഈ പ്രയോഗം എവിടുന്നാ, ഈ പ്രയോഗം എവിടുന്നാണ് എന്ന്. എൻ്റെ അമ്മയുടെ ആയിരുന്നു ആ പ്രയോഗം. അങ്ങനെ രസം. അയ്യോ, കാരണം ഞാൻ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ആണ് അന്ന് തിരുവനന്തപുരത്തെ പത്രക്കാർക്കിടയിൽ. തറേ ചെല്ലപ്പൻപിള്ളയെ പോലെയുള്ള കെടേമൂപ്പന്മാർ, KC ജോൺ സാറ്, KC സെബാസ്റ്റ്യൻ, KR രവി, PC സുകുമാരൻ നായർ, വിജയരാഘവൻ, അങ്ങനെ ഹിന്ദുവിലെ സമ്പത്ത് സ്വാമി, അങ്ങനെയുള്ള പ്രമുഖന്മാരാണ് ഒരു വലിയ നിര. ഞാൻ അവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ ഞാനാണ്. പക്ഷേ എൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഈ സീനിയർ ആയിട്ടുള്ള ആളുകളായിരുന്നു. യഥാർത്ഥത്തിൽ അവരൊക്കെയാണ് പത്രപ്രവർത്തനത്തിൻ്റെ സാങ്കേതിക വശങ്ങളെ സംബന്ധിച്ച് എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥന്മാരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇന്നും അവരെ വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ സ്മരിക്കുകയാണ്. എനിക്ക് അവരിൽ നിന്നൊക്കെ ഒരുപാട് സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അക്രഡിറ്റേഷന് വേണ്ടി അപേക്ഷിച്ചു. എൻ്റെ അക്രഡിറ്റേഷൻ അപേക്ഷ നിരസിച്ചു. അന്ന് ഭഗവൻ സഹായിയാണ് കേരള ഗവൺമെൻറ്. VMS ഭഗവൻ സഹായിക്കൊരു കത്തെഴുതി, എൻ്റെ പത്രത്തിനൊരു അക്രഡിറ്റേഷൻ അവകാശം ഉണ്ടെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആളിന് അത് കൊടുക്കണം എന്ന് പറഞ്ഞൊരു കത്തെഴുതി. അങ്ങനെ രാജഭവനിൽ നിന്നും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു, എനിക്ക് അക്രഡിറ്റേഷൻ തരാം. അങ്ങനെയാണ് എൻ്റെ 26-ാമത്തെ വയസ്സിൽ ഞാൻ അക്രഡിറ്റേഷൻ മേടിക്കുന്നത്, എനിക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നത്. അവിടെ നിന്ന് റിപ്പോർട്ടർ എന്ന നിലയിലുള്ള എൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ദേശാഭിമാനി ലേഖകനായി പ്രവർത്തനം തുടങ്ങി ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴാണ് ശിവഗിരിയിൽ വളരെ ആർഭാടപൂർണമായി ഗുരുദേവൻ്റെ പ്രതിമ സ്ഥാപനം ചടങ്ങ് നടക്കുന്നത്. ശ്രീ ആർ ശങ്കറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. അതിവിപുലമായ പരിപാടികളോടുകൂടിയാണ് സംഘടിപ്പിച്ചത്. അപ്പോൾ ശങ്കർ ഇങ്ങനെ അടുക്ക വന്നപ്പോൾ ഞാനും തൊഴുതു. ഉടനെ ചെല്ലവൻപിള്ള ചേട്ടൻ എവനെ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കരൻ്റെ മുഖത്ത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ എവിടെ വെച്ചോ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉണ്ട് സാർ, 11 കൊല്ലം മുമ്പ്. അതെ. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ എവിടെ 11 കൊല്ലം മുമ്പ്? ഞാൻ പറഞ്ഞു, സാർ SN കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് വന്നിരുന്നു 11 കൊല്ലം മുമ്പ്. എന്നിട്ട് കിട്ടി സാർ. എന്നിട്ടിപ്പം എവിടെ എത്തി? ഇവിടെ എത്തി. കൊള്ളാം, വളരെ മാന്യമായ തൊഴിൽ, സ്വാതന്ത്ര്യമുള്ള തൊഴിൽ, ആർക്കും കീഴടങ്ങാത്ത കഥ പ്രവർത്തിക്കാവുന്ന ഒരു തൊഴിൽ. നന്നായി, എനിക്ക് വളരെ സന്തോഷമായി. കോളേജിൽ പഠിക്കുകയാണെങ്കിൽ അതെവിടെ വേണമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. കൊല്ലം SN കോളേജിൽ പഠിക്കണം. ഞാൻ 7 വയസ്സ് കടക്കില്ലെന്നായിരുന്നു ജ്യോത്സ്യരുടെ അഭിപ്രായം. അത് കാരണം കൊട്ടാരം ജ്യോത്സ്യർ എൻ്റെ ജാതകം പോലും എഴുതിയില്ല. അത്രയ്ക്ക് ബാലപീഡകൾ എന്നെ അലട്ടിയിരുന്നു. അവിടെ നിന്ന് അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോലും ചേർത്തില്ല. 6 വയസ്സ് വീട്ടിലിരുത്തി തന്നെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ 8-ാമത്തെ വയസ്സിലാണ് വീണ്ടും പല്ലനെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ എത്തുന്നതും 3-ാം ക്ലാസ്സിൽ ചേരുന്നതും. അങ്ങനെ 3, 4, 5 ക്ലാസ്സുകളിൽ പല്ലനയിലെ LP സ്കൂളിൽ പഠിച്ചു. അങ്ങനെ പിന്നെ പല സ്കൂളുകളിലും, കരുവാറ്റ NSS ഹൈസ്കൂൾ, മാവേലിക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ, മധ്യതിരുവിതാംകൂറിൽ കായംകുളത്തിനടുത്തുള്ള കീരിക്കാട്ട് ഒരു UP സ്കൂൾ, അവസാനമായി മാന്നാർ നായർ സമാജം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി. അങ്ങനെ 5 സ്കൂളുകളിലായാണ് ഞാൻ എൻ്റെ 10-ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. മാന്നാർ നായർ സമാജം ഹൈസ്കൂളിൽ നിന്നും 15 വയസ്സ് തികയാൻ മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഞാൻ SSLC ജയിച്ചു. അങ്ങനെ 58-ൽ 18 വയസ്സ് തികയാൻ 5 ദിവസം ബാക്കി നിൽക്കെ പാർട്ടിയുടെ സ്റ്റുഡൻറ് സെല്ലിൽ അംഗമായി പ്രവർത്തിച്ചിരുന്നു എന്ന ആ പരിഗണന വെച്ചുകൊണ്ട് 5 ദിവസം ഇളവ് ചെയ്ത് അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന MN ഗോവിന്ദൻ നായർ ഒപ്പിട്ട ചുവന്ന കാർഡ് 18 വയസ്സ് തികയുന്നതിന് 5 ദിവസം ബാക്കി നിൽക്കെ എനിക്ക് കിട്ടും. അങ്ങനെയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 18 വയസ്സുകാരനായ ഞാൻ അംഗത്വം നേടുന്നത്. ഫുൾ ടൈം അമ്മയാണ്. അമ്മയിലൂടെ
എന്നുവെച്ചാൽ അച്ഛന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെല്ലാം ഭയങ്കര സഹായമായി നിന്ന അമ്മയാണ്. ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ LLBക്ക് ചേർക്കാൻ വേണ്ടി മാത്രമേ എന്റെ അച്ഛൻ വന്നിട്ടുള്ളൂ കോളേജില്. പിന്നെ നഴ്സറി തൊട്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, സ്കൂളിൽ ചേർക്കുന്നത് തൊട്ട് വീട്ടിലെ കാര്യങ്ങൾ തൊട്ടെല്ലാം അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. രാത്രി പത്രം അടിച്ച് അത് വായിച്ചിട്ട്, തിരുവനന്തപുരത്തെ പുതിയ യൂണിറ്റ് ഒക്കെ തുടങ്ങിയ സമയത്ത് രാത്രി 3 മണിയാവുമ്പോൾ ഞങ്ങൾ എന്നിട്ട് കളിയാക്കുമായിരുന്നു, രാത്രി വെക്കുന്ന കഞ്ഞി പഴങ്കഞ്ഞി ആയിട്ടാണ് അച്ഛൻ കഴിക്കുന്നത്. ഒന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛന് ജോലി ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് അച്ഛൻ എല്ലാം കഴിഞ്ഞ് രാത്രി 3 മണിക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നു. പാർട്ടി എന്ന് പറഞ്ഞാലും പത്രം എന്ന് പറഞ്ഞാലും അച്ഛന് അത്രയും മാനസികമായിട്ട് വലിയ അടുപ്പമുള്ളതായിരുന്നു. പക്ഷെ ഞങ്ങൾ മക്കളെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സ്നേഹം ഒട്ടും എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇന്നും ഞങ്ങൾക്കൊക്കെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര ഭയമുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ മക്കൾക്കതില്ല. ചെറുമക്കളോട് ഇത്രയും വാത്സല്യം കാണിക്കുന്ന ഒരു അപ്പൂപ്പനെ വേറെ കിട്ടില്ല. യൂണിവേഴ്സിറ്റി കോളേജിലെത്തി എക്കണോമിക്സ് മെയിൻ എടുത്താണ് ഞാൻ BA ചേരുന്നത്. PG പോകണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്ത് PG അഡ്മിഷൻ കിട്ടുന്നത് വരെ എന്നാൽ വെറുതെ നിൽക്കണ്ടെന്ന് പറഞ്ഞു പ്രഭാത ബുക്ക് ഹൗസിൻ്റെ അവിടുത്തെ മാനേജരായിട്ട് എന്നെ വെച്ചു. അങ്ങനെ ഞാൻ അവിടെ ആ പണിയിൽ പ്രവേശിക്കുകയും CPI ആഫീസിൽ, ഇപ്പോഴത്തെ MN സ്മാരകത്തിൽ താമസവും അവിടെ വെച്ചിട്ടാണ് പിന്നെ എല്ലാ നേതാക്കന്മാരെയും ഒക്കെ എനിക്ക് പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നു. അഴീക്കോടിനെയൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്. 1968 കൊച്ചി എഡീഷൻ ആരംഭിക്കുമ്പോൾ പാർട്ടി പറഞ്ഞു ഞാൻ കൊച്ചിയിലേക്ക്, അന്ന് രവിപുരത്താണ് ഓഫീസ്. അടുക്കളയിലായിരുന്നു എൻ്റെ ആഫീസ് എന്ന് വേണമെങ്കിൽ പറയാം. പാതാമ്പരത്തിനോടടുത്ത് പുറത്തുള്ള ഒരു കസേര അടുപ്പിച്ചിട്ട് വലിയ ഒരു റൈറ്റിംഗ് പാഡ് അടുപ്പുകളിലേക്ക് ചാരി വെച്ച് അതിലിരുന്നായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. അതായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന സൗകര്യം. ആ ഒരു വളർച്ചയുടെ ഘട്ടം തുടങ്ങുന്നത് കൊച്ചിയിലെ കലൂരിൽ ആരംഭിച്ച പുതിയ ആ ഓഫീസും പ്രസ്സും പ്രവർത്തിച്ചു തുടങ്ങുന്നതിലൂടെയാണ്. കൊച്ചിയിൽ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു പ്രസ്സോടുകൂടി പത്രം വിപുലീകരിച്ചെങ്കിൽ കൂടിയും നമ്മുടെ വായനക്കാരോ, ദേശാഭിമാനിയുടെ വായനക്കാരോ പാർട്ടിയോ അതുകൊണ്ട് തൃപ്തമായിരുന്നില്ല. അങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ തലസ്ഥാനത്ത് നിന്ന് ഒരു എഡിഷൻ ആരംഭിക്കണം എന്ന ചർച്ച പാർട്ടിയിൽ വരികയും അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തു. അത്യാധുനികമായി അച്ചടി രംഗത്ത് അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഇനോയിലേക്കും മോണോയിലേക്കും പോകണ്ട എന്നും അത് സ്കിപ്പ് ചെയ്തുകൊണ്ട് നേരെ DTPയിലേക്ക് പോകുക എന്നും ഞങ്ങൾ തീരുമാനിച്ചു. മലയാളത്തിൽ ഒരു പത്രത്തിനും വന്നില്ലാത്ത ഏറ്റവും പ്രമുഖ പത്രമായ മനോരമയ്ക്കും മാതൃഭൂമിക്കും പോലും സ്വന്തമല്ലാതിരുന്ന DTPയിൽ ആദ്യമായി കമ്പോസ് ചെയ്ത് ഓഫ്സെറ്റിൽ പത്രം അടിച്ച ആദ്യ മലയാള പത്രം ദേശാഭിമാനിയാണ്. അവിടെ നിന്നും ദേശാഭിമാനിയുടെ അതിവേഗത്തിലുള്ള വളർച്ചയാണ് നാം കണ്ടത്. കോട്ടയം എഡീഷനും ഇതുപോലെ തന്നെയായിരുന്നു. വളരെ പരിമിതമായ സൗകര്യം. 2 ആഴ്ചത്തെ നോട്ടീസാണ് എനിക്ക് കിട്ടിയത്. പത്രം ഇത്രാം തീയതി ഇറക്കണമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് കണ്ണൂർ എഡീഷൻ, അത് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ, അങ്ങനെ പിന്നാലെ ദേശാഭിമാനി വളർച്ചയുടെ പടവുകൾ ഒന്നൊന്നായി കയറുകയായി. ഈ എഡിഷനുകളെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് എന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള എൻ്റെ സഹാക്കളെ, അവരെ എനിക്ക് മറക്കാനാണ്. പലതവണ എന്നെ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് താല്പര്യമില്ലായിരുന്നു അതിൽ. എന്നാൽ പിന്നെ മത്സരം വേണ്ടെന്ന് പറഞ്ഞാണല്ലോ എന്നെ രാജ്യസഭയിലേക്ക് അയക്കുന്നത്. അവിടെ മലമറിച്ചൊന്നുമില്ല. പിന്നെ ഹൗസിൽ ഒരു സജീവത പുലർത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ് കേട്ടോ. ഞാനൊരു ഭംഗി വാക്ക് പറയുകയല്ല. എൻ്റെ ചുറ്റും നിൽക്കുന്നവരെല്ലാം എന്നേക്കാൾ മിടുക്കന്മാരാണ്, പ്രഗത്ഭരാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ എനിക്കെന്തോ നഷ്ടപ്പെട്ടു എന്നൊരു നഷ്ടബോധം എനിക്കുണ്ടായിട്ടില്ല. ഞാൻ സ്വയം കരുപ്പിടിപ്പിച്ചതാണ് എൻ്റെ ജീവിതം. അതിൻ്റെ ലിമിറ്റേഷൻസ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഏത് വളർച്ചയും തളർച്ചയ്ക്കും ഞാൻ ഒരാൾ മാത്രമാണ് ഉത്തരവാദി.
പാർട്ടിയെ വിട്ട് മറ്റൊന്നും ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ദേശാഭിമാനിക്ക് അപ്പുറമായി മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാതെ. ഞാൻ പ്രവർത്തിച്ചത് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് എന്നേക്കാൾ നിഷ്പക്ഷമതികളായി കുറെ ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഞാൻ മാത്രം ഇങ്ങനെ പക്ഷപാതിയായിപ്പോയല്ലോ എന്നൊന്നും കുണ്ഠിതപ്പെടേണ്ട ഒരവസരവും എനിക്കുണ്ടായിട്ടില്ല. കാരണം ഞാൻ ഒരു നിഷ്പക്ഷതയും ഈ രംഗത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെ. ഇന്ന് മൊബൈൽ ഫോൺ കയ്യിലുള്ള ആർക്കും പത്രാധിപരോ റിപ്പോർട്ടറോ ഒക്കെ ആകാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഇതിന്റെ കുത്തക സ്ഥാപിച്ചെടുക്കാൻ എന്ന ധാരണ ആ അപകടകരമായ ആ സ്ഥിതിവിശേഷത്തിന് മാറ്റം വന്നിരിക്കും.